Yes. Hi all. Welcome to Sapphire Future Academy Bond Booster Series. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പ്രോബബിലിറ്റി ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. പ്രോബബിലിറ്റി ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്, മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഓൺ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്, ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മൾ ചെയ്തിരുന്നു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ബേസ് തിയറം. നമ്മുടെ എക്സാമിന് വളരെയധികം ഷുവറായി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് ബേസ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, ബേസ് തിയറത്തിന് വലിയൊരു ഡെഫിനേഷൻസ് ഒക്കെ നമ്മുടെ NCERT ബുക്കിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ. E1, E2, E എന്ന് പറയുന്നത് N നോൺ എംപ്റ്റി ഇവന്റ്സുകളാണ്. കോൺസ്റ്റിറ്റ്യൂട്ട് എ പാർട്ടീഷൻ ഓഫ് സാമ്പിൾ സ്പേസ് S എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. Then E1, E2, En are pairwise disjointsകളാണ്. E1 യൂണിയൻ, E2 യൂണിയൻ അപ് ടു En എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് നമുക്ക് എന്താണ് സാമ്പിൾ സ്പേസ് കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ A is the event of a non-zero probability, then P of E given A എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഫോർമുല കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് കാണാൻ നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആക്ച്വലി ബേസ് തിയറം എന്തുമായി ബന്ധപ്പെട്ട് തന്നെയാണ്? നമ്മുടെ ക്ലാസിക്കൽ ഡെഫിനേഷൻ ഓഫ് പ്രോബബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. എന്താണ് ക്ലാസിക്കൽ ഡെഫിനേഷൻ ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്? പ്രോബബിലിറ്റി ഓഫ് ദ വൺ ഓഫ് ദ ഇവന്റ് A കണ്ടെത്താനുള്ള ഫോർമുല എന്തായിരുന്നു? number of favorable outcomes divided by total number of all possible outcomes. ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, എഴുതിയിട്ടുള്ളത്. ഇക്വേഷനിൽ എഴുതിയിട്ടുള്ളത് നമ്പർ ഓഫ് ഫേവറബിൾ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ്. അപ്പൊ എങ്ങനെയാണ് ഈ ഇക്വേഷൻസിലോട്ട് വരുന്നുണ്ടായിരിക്കുക എന്നുള്ളത് കൂടുതൽ മനസ്സിലാവാനുള്ള സാധ്യത എന്ന് പറയുന്നത് പ്രോബ്ലംസുകൾ നമുക്ക് എക്സാമ്പിൾസുകൾ സോൾവ് ചെയ്യുമ്പോഴായിരിക്കും. ഇത്രയേ ഉള്ളൂ. ബേസ് തിയറത്തിന്റെ അടിസ്ഥാനം എന്ത് തന്നെയാണ്? ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി തന്നെയാണ്, which is nothing but probability to occurrence of an event A which is equal to എന്താണ്? number of favorable outcomes by total number of all possible outcomes. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ മൈൻഡ് വെക്കേണ്ട ആവശ്യമുള്ളൂ ബേസ് തിയറത്തിന്റെ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ചെയ്യാനായിട്ട്. ഈ ഫോർമുല എങ്ങനെ വന്നു, അല്ലെങ്കിൽ ഈ ഫോർമുലയ്ക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്ത് പ്രോബ്ലം ചെയ്യാന്നുള്ളത് ആദ്യം തന്നെ എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ വഴി നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഓക്കെ, യെസ്. ക്വസ്റ്റ്യൻസുകൾ, ബേസ് തിയറത്തിന്റെ ക്വസ്റ്റ്യൻസുകൾ നോർമലി നമ്മൾ സോൾവ് ചെയ്യുന്നത് ഒരു ഡയഗ്രാംസ്, ഒരു ട്രീ ഡയഗ്രാം പോലെ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനും പ്രോബ്ലം ഈസി ആയിട്ട് സോൾവ് ചെയ്യാനും പറ്റും. അപ്പൊ എങ്ങനെയാണ് സൊല്യൂഷൻ കണ്ടെത്തുക, എങ്ങനെയാണ് നമ്മൾ നേരത്തെ കണ്ട ബേസ് തിയറത്തിന്റെ ഇക്വേഷൻ ഉണ്ടല്ലോ അതിലോട്ട് എത്തിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കുകയാണ്. എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? ബാക്ക് 1 contains 3 red and 4 black balls അല്ലെ. ഫസ്റ്റ് ബാഗില് 3 റെഡ് ബോളുകളും 4 ബ്ലാക്ക് ബോളുകളാണ് ഉള്ളത്. എന്നാൽ ബാഗ് 2 കണ്ടെയ്ൻസ്, ബാഗ് 2ൽ എത്ര റെഡ് ബോൾസ് ഉണ്ട്? 5 റെഡ് ബോളുകളും 6 ബ്ലാക്ക് ബോൾസുകളാണ് ഉള്ളത്. Then one ball is drawn at random from one of the bags അല്ലെ. അപ്പൊ 2 ബാഗ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൽ ഒരു ബാഗിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ബോള് റാൻഡം ആയിട്ട് ഡ്രോ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ it is found that it is to be red. യെസ്, നമുക്ക് കിട്ടിയിട്ടുള്ള ബോൾ എന്താന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, റെഡ് ബോൾ ആണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. Then find the probability that it was drawn from the bag 2. അങ്ങനെയാണെങ്കിൽ ആ റെഡ് ബോൾ ബാഗ് 2ൽ നിന്ന് എടുത്തതാകാനുള്ള പ്രോബബിലിറ്റിയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓക്കെ, യെസ്. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഒരു ട്രീ ഡയഗ്രം ഒക്കെ ഒന്ന് ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ട്, വരയ്ക്കുന്നുണ്ട്, ഇവിടെ ശ്രദ്ധിച്ചിരുന്നോളൂ. അപ്പൊ 2 ബാഗ്സ് ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം ബാഗ്, അതിൽ നിന്ന് ബാഗ് 1, ബാഗ് 2. 2 ബാഗ്സ് ഉണ്ട് നമ്മളോട് പറഞ്ഞല്ലോ അല്ലെ. ശരി, അപ്പൊ ബാഗ് 1ഉം ബാഗ് 2ഉം. ഇനി ബാഗ് 1ല് എത്ര റെഡ് ബോളുകളാണ് ഉള്ളത്? 3 റെഡ് ബോൾസ് ഉണ്ട്. അതേപോലെ തന്നെ 4 ബ്ലാക്ക് ബോൾസ് ഉണ്ട്. ഓക്കെ, ഇനി ബാഗ് 2ല് എത്ര റെഡ് ബോൾസുകൾ ഉണ്ട്? 5 റെഡ് ബോൾസുകൾ ഉണ്ട്. ഇനി എത്ര ബ്ലാക്ക് ബോൾസുകളാ പറഞ്ഞിരിക്കുന്നത്? 6 ബ്ലാക്ക് ബോൾസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രോബബിലിറ്റിയായി ബന്ധപ്പെടുത്തി ഞാൻ എഴുതാൻ പോവാണ് കേട്ടോ. 2 ബാഗുകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. 2 ബാഗുകളിൽ നിന്ന് ഓരോ ബാഗും ചൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്രയായിരിക്കും? ബാഗ് 1 ചൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 1/2 അല്ലേ വരുന്നുണ്ടായിരിക്കുക അല്ലെ. ബാഗ് 2 ചൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്ര വരുന്നുണ്ടായിരിക്കുക? എഗെയിൻ 1/2 ആണ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ 2 ഇവന്റ്സുകൾ ക്രിയേറ്റ് ചെയ്യാണ്. E1 എന്ന് പറയുന്ന ഒരു ഇവന്റ്, ചൂസിങ് ബാഗ് 1.
ബാഗ് 1 ചൂസ് ചെയ്യാനുള്ള ഒരു ഇവന്റ് ആണ് E1 എന്ന് പറയുന്നത്. E2 എന്ന് പറയുന്നത് ചൂസിങ് ബാഗ് 2. E1ഉം E2ഉം എന്താണ്? ഇവന്റ്സുകളാണ്. ഓക്കെ, E1 E2 ഇവന്റ്സുകളാണ്. E1 എന്ന് പറയുന്ന ഇവന്റ് എന്താണ്? ചൂസിങ് ബാഗ് 1. E2 എന്ന് പറയുന്ന ഇവന്റ് എന്താണ്? ചൂസിങ് ബാഗ് 2. അപ്പൊ അങ്ങനെയാണെങ്കിൽ P of E1 ആയിരിക്കും എന്ത്? 1/2. ഇതെന്തായിരിക്കും? P of E2 ആയിരിക്കും എന്ത്? 1/2 എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ, അപ്പോ രണ്ട് ബാഗുകളിൽ നിന്ന് ബാഗ് 1 ചൂസ് ചെയ്യാനുള്ള പ്രോബിലിറ്റി 1/2 ആണ്. ബാഗ് 2 ചൂസ് ചെയ്യാനുള്ള പ്രോബിലിറ്റി 1/2 ആണ്. ഓക്കെ, ബാഗ് 1 നമ്മൾ ചൂസ് ചെയ്തു എന്ന് വിചാരിക്കുക. അതിൽ നിന്ന് റെഡ് ബോൾ കിട്ടുന്ന കേസിൽ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെ? ബാഗ് 1ൽ നിന്ന് റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി നമുക്ക് കണ്ടെത്തണ്ടേ? വേണ്ടേ? ഇവിടെ റെഡ് ബോൾ എത്ര ഉണ്ട്? 3 റെഡ് ബോൾസും 4 ബ്ലാക്ക് ബോൾസ് ആണ് ഉള്ളത്. ബാഗ് 1ൽ നിന്ന് റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി ആക്ച്വലി എത്ര വരുന്നുണ്ടായിരിക്കുക? 3/7 ആണ് വരുന്നുണ്ടായിരിക്കുക. ശരിയല്ലേ? ബാഗ് 2ൽ നിന്ന് റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി എത്ര വരുന്നുണ്ടായിരിക്കുക? 5/11. കാരണം അവിടെ എത്രയുണ്ട്? 5 റെഡ് ബോൾസും 6 ബ്ലാക്ക് ബോൾസ്. അപ്പൊ ടോട്ടൽ വി ഹാവ് 11 ബോൾസ്. ഔട്ട് ഓഫ് 5 ഓഫ് ദം ആർ റെഡ് ബോൾസ്. സോ 5/11 ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ മറ്റൊരു ഇവന്റ് കൂടി കൺസിഡർ ചെയ്യാണ്. എ എന്ന് പറയുന്ന ഇവന്റ്. എ എന്ന് പറയുന്ന ഇവന്റ് ഇതാണ് ഡ്രോൺ ബോൾ. ഡ്രോൺ ബോൾ എന്താന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനില്? റെഡ് ആണെന്ന് ഓൾറെഡി അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? ഓക്കെ, ഡ്രോൺ ബോൾ റെഡ് ആകാനുള്ള ഇവന്റ് ആണ് എ എന്ന് പറഞ്ഞാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കോളൂ. ബാഗ് 1 ചൂസ് ചെയ്യാനുള്ള പ്രോബിലിറ്റി P of E1ഉം ബാഗ് 2 ചൂസ് ചെയ്യാനുള്ള പ്രോബിലിറ്റി P of E2ഉമാണ്. ബാഗ് 1ൽ നിന്ന് റെഡ് ബോൾ കിട്ടണം. ഓക്കെ, അപ്പൊ എങ്ങനെ എഴുതുന്നുണ്ടായിരിക്കുക? നമ്മൾ എങ്ങനെ എഴുതുക? P of A given E1. ശരിയല്ലേ? എ എന്ന് പറയുന്നത് എന്താണ്? റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി ആണ് അല്ലെ? അത് ഏതിൽ നിന്ന്? ബാഗ് 1ൽ നിന്ന്. സോ P of A given E1 ആണ് എന്ത്? 3/7 എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ P of A given E2 അല്ലെ? എ എന്ന് പറയുമ്പോൾ എന്താണ്? റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി ആണ് അല്ലെ? E2 എന്ന് പറയുന്നത് എന്താണ്? ബാഗ് 2ൽ നിന്ന്. സോ P of A given E2 അത് എത്രയായിരിക്കും? 5/11 ആയിരിക്കും. സോ P of A given E1 3/7ഉം P of A given E2 എത്രയാണ്? 5/11ഉമാണ്. ക്ലിയർ ആയല്ലോ? യെസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബേസ് തിയറത്തിന്റെ ഡെഫിനിഷൻസിലോട്ട് നമ്മൾ കിടക്കുകയാണ്. ഇക്വേഷൻ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യാണ്. ദെൻ നമ്മൾ സോൾവ് ചെയ്യാൻ പോവാണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്മൾ അഗൈൻ നമ്മൾ വായിക്കുകയാണ്. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? One ball is drawn at random from one of the bags. It is found to be red. Find the probability that it was drawn from bag 2. ബാഗ് 2ൽ നിന്ന് ആ റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി ആണ് കണ്ടെത്തേണ്ടത്. ശരിയല്ലേ? അപ്പൊ അതിന് നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി കോൺസെപ്റ്റ് ഒക്കെ പഠിച്ചവരാണ് അല്ലെ? അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുന്നുണ്ടായിരിക്കുക? ബാഗ് 2ൽ നിന്ന് റെഡ് ബോൾ കിട്ടണം. ആ പ്രോബബിലിറ്റി നമ്മൾ എന്താ എഴുതുക? P of E2 given A എന്ന് എഴുതും. ശരിയല്ലേ? നമുക്ക് കണ്ടത് എന്താ? ബാഗ് 2ൽ നിന്ന് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ് കിട്ടുന്നത്? നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ് എന്ത്? റെഡ് ബോൾ. സോ P of E2 given A ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫേവറബിൾ കേസ് എന്ന് പറയുന്നത് എന്താണ്? ബാഗ് 2ൽ നിന്ന് റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി ആണ് ഫേവറബിൾ ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ ബാഗ് 2 ചൂസ് ചെയ്യേണ്ട ആദ്യം. അത് ഇതല്ലേ റെഡ് ബോൾ നമ്മൾ ചൂസ് ചെയ്യേണ്ടത്? ബാഗ് 2 ചൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്രയാ? 1/2. ഓക്കെ, ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യാം? P of E2 ബാഗ് 2 ചൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി, ദെൻ ബാഗ് 2 ചൂസ് ചെയ്ത് റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി മീൻസ് P of A given E2 ഡിവൈഡ് ബൈ ടോട്ടൽ കേസസ് ആണ് അല്ലെ? ഫേവറബിൾ ഡിവൈഡ് ബൈ ടോട്ടൽ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ടോട്ടൽ കേസുകൾ എങ്ങനെയായിരിക്കാം? ബാഗ് 1ൽ നിന്നും റെഡ് ബോൾ കിട്ടാം, ബാഗ് 2ൽ നിന്നും റെഡ് ബോൾ കിട്ടാം. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുന്നുണ്ടായിരിക്കും? P of E1 into P of A given E1 പ്ലസ് ടോട്ടൽ കേസുകളിൽ നമ്മൾ എഴുതുന്നുണ്ടായിരിക്കുക. ദെൻ ഫേവറബിൾ ആയിട്ടുള്ള കേസ് തന്നെ കയറി വരുന്നുണ്ടായിരിക്കും അല്ലെ? P of A given E2. ക്ലിയർ ആയല്ലോ? യെസ്.
അപ്പൊ അങ്ങനെയാണെങ്കിൽ വാല്യൂസുകൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. പി ഓഫ് ഇ2 എന്ന് പറയുന്നത് രണ്ടാമത്തെ ബാഗ് എടുക്കാനുള്ള പ്രോബിലിറ്റി, അതിൽ നിന്ന് റെഡ് ബോൾ എടുക്കാനുള്ളതാണ് പി ഓഫ് എ ഗിവൺ ഇ2 എന്ന് പറയുന്നത്. സോ 1/2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ ഇ2 എത്രയാ 5/11 which is divided by P of E1 again 1/2 തന്നെയാണ് പ്രോബിലിറ്റി അല്ലെ. അതിൽ റെഡ് ബോൾ കിട്ടാനുള്ളത് എത്രയായിരുന്നു 3/7 പ്ലസ് 1/2 into 5/11 which is equal to 5/22 divided by 3/14 plus 5/22. We will get 35 5/22 add ചെയ്യുക. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 35/68 എന്നായിരിക്കും ആൻസർ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പൊ നമ്മൾ ഡയഗ്രാംസ് ഒക്കെ ഫോമിൽ ഒന്ന് വരച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ആക്ച്വലി ബേസ് തിയറത്തിന്റെ ഫോർമുല ആയിട്ട് വരുന്നത്. കണ്ടോ, പി ഓഫ് E2 ഗിവൺ എ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ, പി ഓഫ് E2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E2 ഡിവൈഡ് ബൈ ടോട്ടൽ കേസസുകൾ അല്ലെ. ഏതൊക്കെ വരിക, പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E1 ഓക്കെ പ്ലസ് പി ഓഫ് E2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E2. ക്ലിയർ ആയല്ലോ? യെസ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലോട്ട് മൂവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ബേസ് തിയറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. കുറച്ചൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ നമുക്കൊരു ട്രീ ഡയഗ്രം ഒക്കെ ഒന്ന് വരച്ച് നോക്കി നോക്കാം. ഓക്കെ, ഗിവൺ 3 ഐഡന്റിക്കൽ ബോക്സസ് 1, 2 and 3 3 ബോക്സുകളാണ് ഉള്ളത്. ഓക്കെ, ഈച്ച് കണ്ടെയ്നിങ് 2 കോയിൻസ്. ഓരോ ബോക്സുകളിലും 2 കോയിൻസുകൾ വീതമുണ്ട്. ബോക്സ് 1 2 ഗോൾഡ് കോയിൻസുകളാണ് അല്ലെ. ബോക്സ് 2 എന്താ പറഞ്ഞിരിക്കുന്നത്, both are silver coins, and box 3 we have 1 gold coin and 1 silver coin. A person chooses a box. ആദ്യം ഒരു ബോക്സ് ചൂസ് ചെയ്യുന്നുണ്ട് at random and takes out of a coin. അതിൽ നിന്ന് ഒരു കോയിൻ ചൂസ് ചെയ്യുന്നു. ഓക്കെ, if the coin is of gold, കോയിൻ ഡ്രോൺ ചെയ്തത് എന്താണ്, ഗോൾഡ് ആണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ we have to find the probability that other coin in the box is also gold. ആദ്യം ഒരു കോയിൻ ഡ്രോ ചെയ്തു എന്ന് പറഞ്ഞു അല്ലെ, ഒരു ബോക്സ് സെലക്ട് ചെയ്തു, ആ ബോക്സിൽ ഒരു കോയിൻ എടുത്തു എന്ന് പറഞ്ഞു, ആ കോയിൻ എന്താന്ന് പറഞ്ഞു, ഗോൾഡ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ രണ്ടാമത് ചൂസ് ചെയ്യുന്ന കോയിനും ഗോൾഡ് ആകാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ബോക്സസുകൾ ഉണ്ട്, 3 ബോക്സുകളാണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ്, ബോക്സ് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. 3 ബോക്സുകളാണ് നമുക്കുള്ളത് അല്ലെ. യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 3 ബോക്സുകളിൽ നിന്ന് ഓരോ ബോക്സ് എടുക്കാനുള്ള പ്രോബിലിറ്റിയും എത്രയായിരിക്കും, 1/3 ആയിരിക്കും. ശരിയല്ലേ? അത് നമ്മൾ ആദ്യം തന്നെ എഴുതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമുക്കൊരു 3 ഇവന്റ്സുകൾ നമുക്ക് ഡിസൈൻ ചെയ്യാം. E1 എന്ന് പറയുന്ന ഇവന്റ്സുകൾ, E2 എന്ന് പറയുന്ന E3 are the events of choosing boxes. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ P of E1 equal to P of E2 equal to P of E3 equals to എത്രയായിരിക്കും, 1/3. ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ? നമുക്ക് തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻസിന്റെ അതേ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് വരുന്നുണ്ടായിരിക്കുക അല്ലെ. യെസ്. ഇനി അവരെന്താ പറഞ്ഞിരിക്കുന്നത്, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് P of E1 ആയിരിക്കും. ഇവിടെ നമ്മൾ എഴുതി വെക്കുക അല്ലെ. ഇത് എത്രയായിരിക്കും, P of E2 ആയിരിക്കും. എന്തായിരിക്കും, P of E3 ആയിരിക്കും. ഓക്കെ, യെസ്. ഇനി നമ്മോട് പറഞ്ഞിരിക്കുന്ന കേസ് അടുത്ത് എന്താണ്, ഫസ്റ്റ് ബോക്സിൽ 2 കോയിൻസുകൾ ഉണ്ട്, ആ 2 കോയിൻസുകളും ഗോൾഡ് കോയിൻസുകളാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ബോക്സിൽ 2 സിൽവർ കോയിൻസുകളാണ് ഉള്ളതെന്ന് പറഞ്ഞു. മൂന്നാമത്തെ ബോക്സിൽ ഒരു ഗോൾഡ് കോയിനും ഒരു സിൽവർ കോയിനും ആണ് ഉള്ളതെന്ന് പറഞ്ഞു. ശരിയല്ലേ? യെസ്. ഇനി ഫസ്റ്റ് ഡ്രോൺ ചെയ്തിട്ടുള്ള കോയിൻ എന്ന് പറയുന്നത് എന്താണ്, ഗോൾഡ് കോയിൻ ആണെന്ന് പറഞ്ഞു. സോ എ എന്ന് പറഞ്ഞ ഇവന്റ് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, drawn coin is gold. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കി നോക്കൂ, 2 ഗോൾഡ് കോയിൻസ് ആണ് ബാഗ് 1 ഉള്ളത്.
ശരിയല്ലേ? ഇവിടെയോ 2 സിൽവർ കോയിൻസുകൾ, ഇവിടെയാണെങ്കിലോ ഒരു ഗോൾഡ് കോയിനും ഒരു സിൽവർ കോയിനാണ് നമുക്കുള്ളത്. ഫസ്റ്റ് ഡ്രോൺ ചെയ്ത കോയിൻ ഗോൾഡ് ആണ്. രണ്ടാമതും ഡ്രോൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ഗോൾഡ് കോയിൻ കിട്ടണം. അങ്ങനെ രണ്ടാമതും ഡ്രോൺ ചെയ്യുന്ന കോയിൻ എന്ന് പറയുന്നത് ഗോൾഡ് ആകണമെങ്കിൽ, അല്ലെ, പ്രോബബിലിറ്റി ഓഫ് അതർ കോയിൻ ഈസ് ഓൾസോ ഗോൾഡ് ആകണം എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ടേക്കൺ ഫ്രം എവിടെ നിന്നായിരിക്കണം? ബോക്സ് 1 നിന്നായിരിക്കണം. കാരണം ബോക്സ് 1 എന്തുള്ളത്? 2 ഗോൾഡ് കോയിൻസുകൾ ഉള്ളത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, അപ്പോ ബോക്സ് 1 നിന്ന് ഗോൾഡ് കോയിൻ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാ? 2/2 ഈക്വൽസ് ടു 1. ഷുവർ ഇവന്റ് ആണ്, അല്ലെ? എത്ര നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക? 1 ആണ്. 2 കോയിൻസ് ഉണ്ട്, അതിൽ 2ഉം ഗോൾഡ് ആണ്. അപ്പൊ പ്രോബബിലിറ്റി എന്താ കിട്ടുക? 1 ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. അത് നമുക്ക് എഴുതാം P of A given E1. ശരിയല്ലേ? യെസ്. ഇനി അടുത്തത് രണ്ടാമത്തെ ബോക്സിൽ 2ഉം സിൽവർ കോയിൻസുകളാണ്. ശരിയല്ലേ? രണ്ടാമത്തെ ബോക്സിൽ എന്താ? 2ഉം സിൽവർ കോയിൻസാ. അപ്പൊ അതിൽ നിന്ന് ഗോൾഡ് കോയിൻ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അടുത്തതിൽ ഒരു ഗോൾഡ് കോയിനും ഒരു സിൽവർ കോയിൻസ് ഉണ്ടായിരിക്കും. സോ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഗോൾഡ് കോയിൻ എന്തായിരിക്കും? 1/2. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഗോൾഡ് കോയിൻ എന്തായിരിക്കും? 1/2 ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മോട് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ കോയിൻ ഗോൾഡ് ആണ്, രണ്ടാമത്തെ കോയിനും ഗോൾഡ് ആയിരിക്കണം. സോ ഇറ്റ് ഷുഡ് ബി ടേക്കൺ ഫ്രം എവിടെ നിന്നായിരിക്കണം? ബോക്സ് 1 നിന്നായിരിക്കണം. അപ്പൊ അതല്ലേ ഫേവറബിൾ ആയിട്ടുള്ള കേസ് വരുന്നുണ്ടായിരിക്കുക. ശരിയല്ലേ? യെസ്. അപ്പൊ റിക്വയർഡ് പ്രോബബിലിറ്റി നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റുന്നുണ്ടായിരിക്കുക? ഇവിടെ നോക്കി നോക്കൂ. റിക്വയർഡ് പ്രോബബിലിറ്റി ഈസ് ഈക്വൽസ് ടു, ഇവിടെ നോക്കി നോക്കുക, ഫസ്റ്റ് ബോക്സിൽ നിന്ന് വേണം ആദ്യത്തെ കോയിൻ എടുത്തു, രണ്ടാമത്തെ കോയിനും ഗോൾഡ് ആകണം. ആദ്യത്തെ കോയിൻ ഗോൾഡ് ആണ്, രണ്ടാമത്തെ കോയിനും ഗോൾഡ് ആകണമെങ്കിൽ രണ്ടാമത്തെ കോയിൻ എവിടെ സെലക്ട് ചെയ്തിരിക്കണം? ഫസ്റ്റ് ബോക്സ്. കാരണം അവിടെയാണ് 2 കോയിൻസും എന്തായിട്ടുള്ളത്? ഗോൾഡ് കോയിൻസ് ഉള്ളത്. സോ അങ്ങനെയാണെങ്കിൽ ബോക്സ് 1 ചൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ആണ് 1/3. അതിൽ നിന്ന് ഗോൾഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ആണ് 1. ദാറ്റ് ഈസ് ദ ഫേവറബിൾ കേസ്. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്തത് ടോട്ടൽ കേസ് എങ്ങനെ വരാം? ബോക്സ് 1 നിന്ന് ഗോൾഡ് കോയിൻ കിട്ടാനുള്ള പ്രോബബിലിറ്റി, ബോക്സ് 2 നിന്ന് ഗോൾഡ് കോയിൻ കിട്ടാനുള്ള പ്രോബബിലിറ്റി, ബോക്സ് 3 നിന്ന് ഗോൾഡ് കോയിൻ കിട്ടാനുള്ള പ്രോബബിലിറ്റി. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ P of E1 into E1 എന്ന് പറയുന്നത് ഇവന്റെ എന്താ? ബോക്സ് 1 ചൂസ് ചെയ്യണത്, അല്ലെ? അപ്പൊ P of E1 into P of A given E1. ഓക്കെ, ഡിവൈഡഡ് ബൈ ടോട്ടൽ കേസസുകൾ ഏതാ വരുന്നുണ്ടായിരിക്കുക? P of E1 into P of A given E1, ഓക്കെ, പ്ലസ് P of E2 into P of A given E2, പ്ലസ് P of E3 into P of A given E3. ഇത്രയും കേസസുകളാണ് നമുക്ക് ടോട്ടൽ കേസസുകൾ വരുന്നുണ്ടായിരിക്കും, അല്ലെ? ഓക്കെ, നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ആൻസർ എന്താ കിട്ടുക? 1/3 into 1 1/3 അല്ലേ കിട്ടുക? ദെൻ ഇവിടെ 1/3 പ്ലസ് 1/6 എന്ന് കിട്ടും, which is equal to 1/3 divided by ഡിനോമിനേറ്റർ നമുക്ക് കോമൺ ആക്കാം, അല്ലെ? 2 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. എന്താ കിട്ടുക? 2/6 പ്ലസ് 1/6 മീൻസ് 3/6 എന്ന് കിട്ടും, which is equal to 1/3 by 1/2 എന്ന് കിട്ടും, which is equal to 1/3 into 2/1, which is equals to 2/3. 2/3 ആയിരിക്കും റിക്വയർഡ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി നമുക്ക് ബേസ് തിയറവുമായി ബന്ധപ്പെട്ട അടുത്തൊരു ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്യാം. ഇൻ ആൻസറിങ് എ ക്വസ്റ്റ്യൻ, അല്ലെ? ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇൻ ആൻസറിങ് എ ക്വസ്റ്റ്യൻ ഓൺ എ മൾട്ടിപ്പിൾ ചോയ്സ് ടെസ്റ്റ് എ സ്റ്റുഡന്റ് ഐദർ നോസ് ആൻസർ ഓർ ഗസ്സസ്. സ്റ്റുഡന്റ് എന്തായിരിക്കാം? ഒന്നില്ലെങ്കിൽ ആൻസർ അറിയുന്ന കേസ് ആയിരിക്കും, അല്ല ഗസ് ചെയ്തിട്ടായിരിക്കും ആൻസറിങ് ചെയ്യുന്നുണ്ടായിരിക്കുക. Let 3/4 be the probability that he knows the answer. Okay, and 1/4 is the probability that he guesses the answer. Assuming that a student who guesses at the answer
guesses at the answer will be correct with the probability of 1/4. What is the probability that the student knows the answer given that the answered is correctly? Okay, അപ്പോൾ ആൻസർ ഗസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ആൻസർ അറിയുന്ന പ്രോബിലിറ്റി പറഞ്ഞിട്ടുണ്ട് അല്ലെ. ആൻസർ ഹി നോസ് ദി ആൻസർ, ആ പ്രോബിലിറ്റി ആണ് എന്ത് 3/4. ഗസ് ചെയ്യാനുള്ള പ്രോബിലിറ്റി ആണ് എന്ത് 1/4 എന്ന് പറയുന്നത്. Then student who guesses the answer it will be correct. ഗസ് ചെയ്യുന്നു, അത് കറക്റ്റ് ആകുന്നു, അതിനുള്ള പ്രോബിലിറ്റി ആണ് 1/4 എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്? what is the probability that the student knows the answer? he knows the answer, ആൻസർ അറിയാം, ആൻഡ് ദി ആൻസർ കറക്റ്റ് ആകാനുള്ള പ്രോബിലിറ്റി ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് ഡിസൈൻ ചെയ്ത പോലത്തെ നമുക്ക് ഇവന്റ്സുകൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെയും ഡിസൈൻ ചെയ്യാം. E1 എന്ന് പറയുന്ന ഇവന്റ്, E1 എന്ന് പറയുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത്? സ്റ്റുഡന്റ് ഐസർ നോസ് ദി ആൻസർ ഓർ ഗെസസ് 3/4 is the event probability that he knows the answer. Okay, so he knows the answer. അങ്ങനെയാണെങ്കിൽ P of E1 എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? എത്ര നമുക്ക് തന്നിരിക്കുന്നത്? 3/4. യെസ്. അടുത്തത് E2 എന്ന് പറയുന്ന ഇവന്റ്, he guesses the answer. അപ്പൊ E2 എന്ന് പറയുന്ന ഇവന്റിന്റെ പ്രോബിലിറ്റി എത്രയാണ്? 1/4. യെസ്. ഓക്കെ, അടുത്തത് എ എന്ന് പറയുന്ന ഇവന്റ് ആണ്. എ എന്ന് പറയുന്ന ഇവന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ എന്താ തന്നിരിക്കുന്നത്? നമുക്ക് assuming that the student who guesses at the answer it will be correct with the probability 1/4. ഓക്കെ, അപ്പോ കറക്റ്റ് ആകാനുള്ള ആൻസർ ഈസ് കറക്റ്റ്. ആൻസർ കറക്റ്റ് ആകാനുള്ള ഇവന്റ് ആണ് ഞാൻ എ എന്ന് എടുത്തിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? യെസ്. ഇനി അവർ എന്തു പറഞ്ഞു? ഒരു കേസ് കൊണ്ട് നമുക്ക് കണ്ടിട്ടുണ്ട് അല്ലെ. assuming that the student who guesses at the answer will be correct with the probability 1/4. okay, so probability of A given E2, probability of A given E2, ആൻസർ കറക്റ്റ് ആണ്, അതേപോലെ തന്നെ ആ ആൻസർ ഗസ് ചെയ്തതാണ് അല്ലെ. അതിന്റെ പ്രോബിലിറ്റി എത്ര നമ്മൾ പറഞ്ഞിരിക്കുന്നത്? 1/4 എന്ന് പറഞ്ഞിട്ടുണ്ട്. P of A given E2 എന്താണ്? 1/4 ആണ്. ഓക്കെ, യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ P of A given E1 എന്തായിരിക്കും? എന്താണ് P of A given E1 എന്ന് പറയുന്നത്? എ എന്ന് പറയുന്നത് ആൻസർ കറക്റ്റ് ആകാനുള്ള ഇവന്റ് ആണ്. E1 എന്ന് പറയുന്നത് ഹി നോസ് ദി ആൻസർ അല്ലെ. ആൻസർ അറിയുകയും ചെയ്യാം, അത് കറക്റ്റ് ആകുന്നു. ഇവ പ്രോബിലിറ്റി എത്രയായിരിക്കും? എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ P of A given E2 എത്രയാണ്? 1/4 ആണ്. P of A given E1 എന്താണ്? 1 ആണ് അല്ലെ. Again നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു. what is the probability that the student knows the answer given that the answer he answered it correctly? കണ്ടീഷൻ എന്താണ്? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? what is the probability that the student knows the answer given that he answered it correctly? അപ്പൊ അങ്ങനെയാണ് നമ്മൾ എങ്ങനെ എഴുതുന്നുണ്ടായിരിക്കുക? P of E1 given A. P of E1 given A അല്ലെ. അത് കണ്ടെത്താനുള്ള ഫോർമുല എന്താണ്? ബേസ് തിയറം പ്രകാരം നമ്മൾ എങ്ങനെ എഴുതുക? P of E1 into P of A given E1 divided by എന്തായിരിക്കും? P of E1 into P of A given E1 plus P of E2 into P of A given E2. ക്ലിയർ അല്ലേ? യെസ്. P of E1 എത്രയാണ്? 3/4. P of A given E1 എത്രയാണ്? 1 divide by 3/4 into 1 plus P of E2 ഗസ് ചെയ്യാനുള്ള കേസ് അല്ലെ. P of E2 എത്രയാണ്? 1/4. okay, then P of A given E2 എത്രയാണ്? 1/4. so which is equals to 3/4 divided by 3/4 plus 1/16. ഡിനോമിനേറ്റർ നമുക്ക് സെയിം ആക്കാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. എന്താ കിട്ടുക ആൻസർ? 3/4 divided by 12/16. 3 into 4 12 അല്ലേ കിട്ടുന്നുണ്ടായിരിക്കുക അല്ലെ.
12/16 plus 1/16 എന്ന് പറയുമ്പോൾ 13/16, which is equals to 3/4 into 16/13. Okay, we will get the answer as 3/4 divided by 12 plus 1 13/16 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ? യെസ്, നമുക്കിത് ക്യാൻസൽ ചെയ്ത് പോലോ, 4 ടൈംസ് ക്യാൻസൽ ചെയ്ത് പോലെ. ഓക്കെ, സോ 4 into 3 എത്ര കിട്ടുന്നുണ്ടായിരിക്കുക? 12/13. സോ 12/13 ആണ് റിക്വയർഡ് ആൻസർ എന്ന് പറയുന്നത്. സോ P of E1 given A is equal to P of E1 into P of A given E1 divided by P of E1 into P of A given E1 plus P of E2 into P of A given E2. So base theorem apply ചെയ്തു, ആൻസർ നമുക്ക് എന്ത് കിട്ടി? 12/13 എന്ന് കിട്ടി. So the probability that the student knows the answer given that he answered correctly എത്രയാണ്? 12/13. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് ബേസ് തിയറവും അതുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഭാഗത്ത് ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. നല്ലോണം ചെയ്ത് പഠിക്കണം. താങ്ക് യു.